ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈ വർഷത്തെ അവസാനത്തെ അമാവാസ്യയാണ്, ഫൈനൽ ന്യൂ മൂൺ ഡേ ആണ്. അപ്പോൾ ഒരുപാട് മാറ്റം പലരിലും കാണപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കേവലം ഒരു ദിവസം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഒരു പൗർണമി വരെയുള്ള ഒരു സമയത്തിൽ ഒരുപാട് ചേഞ്ചസ് പലരിലും കാണാം. അല്ലെങ്കിൽ ഈ ഒരു എനർജി ഇൻഫ്ലുവൻസ് പലരിലും സ്വാധീനം ചെലുത്തുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എത്ര ഒരു വൈമുഖ്യത്തോടെ നിന്നിട്ടുള്ള ഒരു പേഴ്സണാണ്, ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ക്ലിയർ കട്ടായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ധൈര്യം അവർക്ക് കിട്ടുന്ന ഒരു സമയം, അല്ലെങ്കിൽ നമ്മൾ ഗോ ബിയോണ്ട് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് പോലെ ആ ഒരു ടൈപ്പ് എനർജിയൊക്കെ നമുക്ക് പലരിലും കാണാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിംഗ് എന്താണ്, ഇപ്പോഴത്തെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ന്യൂ മൂൺ ഇമ്പാക്റ്റ് കിട്ടാൻ പോകുന്ന സോഡിയക് സൈൻസ് എന്ന് പറയുന്നത് നമ്മൾ മ്യൂട്ടബിൾ സൈൻസ് എന്ന് വിളിക്കുന്ന ജെമിനി, വെർഗോ, സെജിറ്റേറിയസ്, പൈസസ് എനർജീസിലാണ്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഈ പറയുന്ന രാശികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു ആ, എന്താ പറയുക, ഒരു ഇൻറ്റൻസിറ്റി കുറച്ചും കൂടി കൂടുതലായിരിക്കും. അതിപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സും കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ ഇട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു കറൻറ്റ് എനർജി എങ്ങനെയാണ്, കറൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കാം. ഇങ്ങനെയുള്ള ടൈം പീരീഡിലൊന്നും നമ്മൾ നെഗറ്റിവിറ്റിയിലേക്ക് പോവാതിരിക്കുക, നെഗറ്റിവിറ്റി അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അങ്ങനെയുള്ളൊരു നെഗറ്റീവ് ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ പർപ്പസ്ഫുള്ളി നമ്മൾ വേറെ പല കാര്യങ്ങളിലേക്ക് മൈൻഡ് തിരിച്ചു വിടണം. Eight of Water, Fortune's Wheel, High Priestess, Six of Water, Five of Water, ഒരു കാർഡ് കൂടി എടുക്കാം, സിക്സ് ഓഫ് ഫയർ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെപ്പറേഷൻ ഫേസ് നമുക്ക് നല്ലതുപോലെ കാണാം. മാത്രമല്ല, ഇവിടെ രണ്ട് വ്യക്തികളും തമ്മിൽ ആ ഒരു ഇമോഷണൽ എക്സ്ചേഞ്ച് നടക്കുന്നില്ല. രണ്ടു പേർക്കും ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവാം, അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അത് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പങ്കിടാനോ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഇപ്പം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഒരുപാട് പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ റീകളക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആവാം, രണ്ടുപേരുടെയും ജോയിൻ്റ് എനർജി ആയതുകൊണ്ട് രണ്ട് വ്യക്തികളും ആവാം, അല്ലെങ്കിൽ ഒരാളായിരിക്കാം ചിലപ്പോൾ ഇതിനകത്ത് വളരെ ഹൈ ആയിട്ട് കയറി നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് കാര്യങ്ങൾ ചിലപ്പോൾ അത് ആലോചിക്കുമ്പോഴായിരിക്കും ഒന്നുകൂടി വിഷമവും സങ്കടമൊക്കെ ഉണ്ടാകുന്നത്. ഒരു നഷ്ടബോധം, അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എത്തി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. ഒരുപാട് സങ്കടം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇമോഷൻസ് നല്ലതുപോലെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വന്നിട്ടുണ്ട്. രണ്ട് വ്യക്തികളും സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് മാനസികമായിട്ടുള്ള ദുഃഖം അനുഭവിക്കുന്നുണ്ടാവാം. സിറ്റുവേഷൻ വൈസ് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തികളായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷന് ചേഞ്ച് വരും എന്നുള്ളൊരു പ്രത്യാശയിൽ പോകുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഓക്കെ ആവും എന്നുള്ളൊരു പ്രത്യാശ, അത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിനായിരിക്കാം കയറി നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കൂടുതലും ഇവിടെ നിങ്ങൾ ആശ്വസിക്കുന്നത് ഇത് വിധിയാണ് എന്നുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസ് ഇങ്ങനെ വരേണ്ടത് അനിവാര്യമായിരുന്നിരിക്കാം, അതുകൊണ്ട് കടന്നു വന്നതാണെന്നുള്ളൊരു രീതിയിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴാണ് അങ്ങനെ ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്യൂച്ചറൊക്കെ കണ്ടുകൊണ്ട് റിലേഷൻഷിപ്പ് ആവണമെന്നില്ല, ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വരുമ്പോഴാണ് നമ്മളത് വിധിയായിരിക്കും എന്ന് വിചാരിച്ച് സമാധാനിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരിക്കലും ഈ പറഞ്ഞതുപോലെയുള്ള ഒരു അകൽച്ചയും കാര്യങ്ങൾ വരുന്ന പ്രതീക്ഷിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കണം എന്നില്ല നിങ്ങൾ. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു നൈരാശ്യം, ബുദ്ധിമുട്ട്, നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും എവിടെ ഇരുന്നോ നിങ്ങളുടെ മനസ്സിലിരുന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്നർ വോയിസ് പറയുന്നുണ്ട്,
സിറ്റുവേഷന് ചേഞ്ച് വരും, കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയും, വളരെ സ്ട്രോങ് ആയിട്ട് വീണ്ടും പോകാനൊക്കെ കഴിയും എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് അകൽച്ചയിലൂടെ പോകുന്നവരായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങൾ കൂടുന്തോറും നമ്മളുടെ ഒരു വിഷമമായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ശുഭാപ്തി വിശ്വാസം ആയിക്കോട്ടെ, അതൊക്കെ പലപ്പോഴും കുറഞ്ഞു വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. പിന്നെ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് ഇമോഷൻസ് എന്താണ്, അവരുടെ മനസ്സിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കയറി നിൽക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ടെമ്പറൻസ്, 3 of Swords, Empress, 6 of Cups, Knight of Cups, 5 of Swords, the Hierophant, Justice, Queen of Pentacles, 4 of Cups, 6 of Swords, King of Cups, 3 of Pentacles, the Magician, Death, Ace of Swords. നമുക്ക് 2 കാർഡ് കൂടി എടുക്കാം. Lovers, King of Swords. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി, നമ്മൾ നേരത്തെ പറഞ്ഞാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എടുത്തപ്പോൾ അതിനകത്ത് ഇമോഷൻസ് നമുക്ക് നല്ലതുപോലെ കാണാൻ കഴിയുന്നുണ്ട്, പക്ഷേ ഇമോഷൻസ് നിങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഈ പറഞ്ഞതുപോലെ ഒരു വിഷമകരമായിട്ടുള്ള മാനസികാവസ്ഥയിലൂടെ തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ ജേർണി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് സെയിം ആ ഒരു 6 of Cups എനർജി ഇവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഈ ഒരു പേഴ്സണുണ്ട്. ചിലപ്പോൾ ഇവരുടെ ആ ഒരു എനർജി തന്നെയായിരിക്കും അതിനകത്ത് ഹൈ ആയിട്ട് കയറി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പഴയ കാര്യങ്ങൾ ഒരുപാട് ഈ വ്യക്തിയെ മുറിവേൽപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് നല്ല രീതിയിലൊരു ഹേർട്ട് അല്ലെങ്കിൽ ആ ഒരു മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും ആ ഒരു കാര്യങ്ങൾ ഓക്കെ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ട്. നമ്മളെ വേട്ടയാടുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും നമ്മളതെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. ചിലർ അതിനകത്ത് തന്നെ സ്റ്റക്കായി പോവും, ചിലർ അതിൽ നിന്ന് പുറത്തേക്ക് വരണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ വ്യക്തി മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പെയിൻ അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് അവരുടെ ലൈഫിലൊരു സന്തോഷം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണോ അതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്തു പോയ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും ഈ വ്യക്തിക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം ഉണ്ടെന്നുള്ളത് പറയാം. അപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കാം ആ ഒരു പെയിൻ അവരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരവരുടെ ലൈഫിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും ഒട്ടും സന്തോഷത്തോടെ പോകുന്ന ഒരവസ്ഥയല്ല. ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് മുന്നോട്ട് പോവേണ്ടി വരുന്നത് കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ചെയ്തു പോയ ചില കാര്യങ്ങളിൽ, സംഭവിച്ചു പോയ ചില കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് നാളുകൾ കഴിയുമ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്, അയ്യോ അന്ന് അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു തെറ്റാണ് ഇതുവരെ ഇവിടെ എത്തിച്ചത്. ഇങ്ങനെയൊക്കെ നമുക്ക് പല റിയലൈസേഷനും വരും. അപ്പോൾ ചിലപ്പോൾ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കണമെന്നില്ല.
എന്ന് പറഞ്ഞതുപോലെയുള്ളൊരു ചിന്തകളും കാര്യങ്ങളും നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉള്ളവരായിരിക്കാം. ആ ഒരു ഡിഫറൻസും ഇതിനകത്തൊരു കാര്യമായിട്ട് നിങ്ങളുടെ ഒരു സെപ്പറേഷന് കാര്യമായിട്ട് കാരണമായിട്ട് വന്നിട്ടുണ്ടാവാം. അത് ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഒരു ഫാമിലി അല്ലാന്നുണ്ടെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിലകൊണ്ടിട്ടുള്ളത് ഒരു പ്രശ്നമാവാം. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു റിജിഡ് ആറ്റിറ്റ്യൂഡ് അത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ തന്നെ ആയിരിക്കാം. ഇപ്പോൾ അവർക്ക് കുറ്റബോധം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു എടുത്തിയാട്ടം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു കടുംപിടുത്തം, വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള നേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നും കൂടി ഒരു വേഴ്സ് സിറ്റുവേഷനിലേക്ക് എത്തിക്കാനായിട്ട് എന്താ പറയുക സാധിച്ചിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും സാഹചര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് നമ്മൾ പറയുന്നത് പോലെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അതിനകത്തൊക്കെ അവർക്ക് സ്റ്റക്നെസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ ഈസി ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് അവരുടെ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പഴയ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് പോകാൻ പറ്റാത്തത് കൊണ്ടുള്ള ആ ഒരു ഫീലിംഗ് കൊണ്ടായിരിക്കാം. അവർ വിചാരിച്ചതുപോലെ സ്മൂത്ത് ആയിട്ട് അവർക്ക് പോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എല്ലാം ഹീലാക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്ര ഹീൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മനസ്സ് മുറിവേറ്റ് ഇരിക്കുന്നൊരവസ്ഥ. ഇപ്പം നമ്മൾ തന്നെയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരുപാട് വേദന തന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം. നമ്മളതൊക്കെ ഒന്ന് അതിൽ നിന്നൊക്കെ വിട്ട് പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അതിനകത്ത് തന്നെ പോവാറുണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് ഇതൊക്കെ ഒന്ന് മറന്നു പോയിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മളിലേക്ക് തന്നെ വരുന്നൊരവസ്ഥ. അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാം. അപ്പോൾ അതുകൂടിക്കൊണ്ടായിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്താണോ സംഭവിച്ചത് അതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അത് വീണ്ടും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലാണ് ഈ വ്യക്തിക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കൂ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ജസ്റ്റിസ് ഉണ്ടാവണം എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് കാണാം. അത് മാത്രമല്ല, ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കയറി വരുന്നു, അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന പല കാര്യങ്ങൾ വരുന്നുണ്ടാവാം, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാവാം. പക്ഷേ അതിലൊന്നും ഈ ഒരു പേഴ്സൺ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അവരെപ്പോഴും ഈ ഒരു പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അവരുടെ ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു കാര്യത്തിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു സന്തോഷവും സമാധാനം സംതൃപ്തിയോ ഒന്നും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, പക്ഷേ ആ ഒരു ഇമോഷൻസ് അവർ കൺട്രോൾ ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ ഒരു ഇമോഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇമോഷൻസ് ഇല്ലാഞ്ഞിട്ടല്ല, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, ആ ഒരു ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അവരത് സംയമനത്തോടെ ഇരിക്കുക, നമ്മൾ നിയന്ത്രിച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ ഒന്നുകൂടി ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് കയറിയിട്ടുള്ളത് ഈ ഒരു സമയത്തായിരിക്കും. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് താങ്ങാനാവാത്ത പ്രശ്നങ്ങൾ വരിക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളെ നിരന്തരം വേട്ടയാടുക, മനസ്സമാധാനം ഇല്ലാതിരിക്കുക. അപ്പോഴൊക്കെയാണ് ഭൂരിഭാഗം വ്യക്തികളും സ്പിരിച്വൽ വേയിലേക്ക് തിരിയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരവസ്ഥയിലും കൂടി ആയിരിക്കും ഈ പേഴ്സൺ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി പല കാര്യങ്ങൾക്കും കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു പോയ തെറ്റാണോ ശരിയാണോ, നമ്മൾ തിരഞ്ഞെടുത്ത വഴി ശരിയാണോ തെറ്റാണോ, ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി ആ ഒരു വഴിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് കാണാം, തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങളുടെ ഒരു പെയിൻ കാണാതെ ചിലപ്പോൾ തിരിഞ്ഞു നോക്കാതെ പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അതെല്ലാം അവർ ഇവിടെ തിരിച്ചറിയുന്നു എന്നുള്ളത് വളരെ എവിഡൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാം. പലപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അപ്പോഴൊക്കെ ഒരു തടസ്സമുള്ളതായിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ നിങ്ങൾക്കും അവർക്കും ഇടയിലേക്ക് വരാനുള്ള ഒരു തടസ്സം. അപ്പോൾ നിങ്ങളിലേക്ക് തന്നെ വരണം എന്ന് ഒരുപാട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നോ കോൺടാക്റ്റിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോൾ വന്നിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്നിലേക്ക് വരാൻ സമയമായിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം, നടന്നിട്ടുണ്ടാവണമെന്നില്ല. കാരണം അവരുടെ ഒരു മൈൻഡ് എത്രത്തോളം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു ഇതിലേക്ക് വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ഇമോഷൻസ് അവരുടെ മനസ്സിനകത്ത് ഈ ഒരു സമയമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നേരത്തെ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് കണക്ഷനിലൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടി മനസ്സുകളും തമ്മിൽ ആ ഒരു ലോങ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ തികച്ചും അന്യരെ പോലെ ആയിരിക്കുന്നു എന്ന് പറയുന്ന പോലെയുള്ള ഒരവസ്ഥയിലൂടെയൊക്കെ ചിലപ്പോൾ പോകുന്നുണ്ടാവാം. ഒരുപാട് നാളുകളായിട്ട് നോ കോൺടാക്റ്റിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും അവർക്കത് എവിഡൻ്റ് ആവും, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ആ ഒരു കാര്യം അവർ തിരിച്ചറിയുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ
നിങ്ങൾക്ക് പിന്നാലെ വരാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്, തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കാണാം. ഇവിടുത്തെ പല എനർജീസിലും നമ്മളത് ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ സ്റ്റക്കായിട്ട് മാറി നിൽക്കുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ മറന്നു പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിയത് വലിയൊരു റിലീഫായി എന്ന് പറഞ്ഞ് പോകുന്നൊരു എനർജി അല്ല. തീർച്ചയായിട്ടും ആ ഒരു സെപ്പറേഷൻ ഫേസ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ കണക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് ഒരുപാട് ഡിസ്റ്റർബൻസ് അനുഭവിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുറ്റബോധം, നൈരാശ്യം, മിസ്സിങ് ഫീലിംഗ് ഒക്കെ ഉള്ളൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴും ഈ ഒരു മജീഷ്യൻ എനർജിയാണ് വളരെ സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും ഒരു ആർജവത്തോടെ ഒരു ആക്ഷൻ എടുത്ത് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയും കൂടിയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മാറാനൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, അവർ ആ ഒരു സ്പിരിച്വൽ ലെവലിലേക്കൊക്കെ കടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിലൊക്കെ അവർക്ക് നല്ലപോലെ വിശ്വാസം ഉണ്ട് എന്നുള്ളതും കൂടി നമ്മളവിടെ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു മേജർ ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ഒരു മേജർ ബ്രേക്ക് ത്രൂ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയും കൂടിയാണ്. അല്ലെങ്കിൽ അതിനായിട്ട് ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏതൊരു കാര്യത്തിലേക്കാണോ നിങ്ങളെ വിട്ടിട്ട് പോയത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നടന്നു നീങ്ങിയത് എങ്ങോട്ടാണെന്നുണ്ടെങ്കിലും അതൊരു റോങ് ചോയ്സ് ആയിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ ഉണ്ട്. ചിലപ്പോൾ അതും കൂടി ഒരു കുറ്റബോധത്തിനുള്ള കാരണമായേക്കാം. അതായത് നമ്മളൊരു കാര്യം വേണ്ടാന്ന് വെച്ചിട്ട് മറ്റൊന്നിൻ്റെ പുറകെ പോവുകയാണ്. എന്ത് സംഭവം ആയിക്കോട്ടെ, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് നമുക്കും അറിയാം, നമ്മൾ ആ ഒരു വ്യക്തിയെ വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പെയിൻ കാണാതെ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മാറി നിന്ന് നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ചടി കിട്ടുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു കർമ്മയാണോ എന്നൊക്കെ തിരിച്ചറിയാൻ തുടങ്ങുന്നത് ചിലപ്പോൾ ആ ഒരു സമയത്തായിരിക്കും. ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ, തെറ്റുകളൊക്കെ ഈ ഒരു പേഴ്സൺ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഓപ്പൺ കോൺവെർസേഷൻ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഹോണസ്റ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളോടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായിട്ടൊരു തുറന്ന് നമ്മൾ സംസാരിക്കുക എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെയുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുത്തിക്കുന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ, സംസാരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിന്നിട്ടുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ആ ഒരു ഒബ്സ്റ്റക്കിളിനെ ഓവർകം ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനായിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് മനസ്സിൽ വിചാരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 3, നമ്പർ 5, നമ്പർ 6, നമ്പർ 10, നമ്പർ 13 ആൻഡ് നമ്പർ 14. ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് സെജിറ്റേറിയസ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, ടോറസ്, വിർഗോ ആൻഡ് ജെമിനൈ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഈ ഒരു ടൈം പീരീഡെല്ലാം ആ ഒരു പോസിറ്റിവിറ്റിയിലൂടെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.